അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ദാണ്ടെ ഗിരി, ദാണ്ടെ ആലോക്, ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാ. വണ്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് പാട്ടൊക്കെ ഇട്ട് എൻജോയ്മെന്റ് മൊമെന്റ്സ് എവർ പൊളിക്കുകയാണ്. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കോസ്റ്റ്യൂംസ് കണ്ടോ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂംസ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിൻ്റെ ഓണാഘോഷമാണ്. അപ്പം ഞാൻ ഓൾറെഡി ലേറ്റായി, 11:15. അപ്പം ഞാൻ അങ്ങോട്ട് പോവുക. അപ്പോൾ അവിടെ ഓണാഘോഷവും പരിപാടിയൊക്കെയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മൾ ആ റിസോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് വന്മളയെന്ന് പറയും റിസോർട്ട്. ഇത് പ്രോപ്പർ നമ്മൾ സാമ്പ്രാണിക്കോടി ആ ഒരു ഇതാണ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ വഴിയാണ്. ഇത് അത്യാവശ്യം ഒരു ഫേമസ് റിസോർട്ടാണ്, തത്തോടം റിസോർട്ട് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ പണി തുടങ്ങിയിട്ട് അവിടെ അത്തപ്പൂവൊക്കെ ഇട്ട്. അപ്പം ഞാൻ കുറച്ച് ലേറ്റായി. കാര്യം എനിക്ക് പേഴ്സണലി ഇച്ചിരി കാര്യങ്ങളുണ്ടായിരുന്നു വീട്ടിൽ ചെയ്ത് തീർക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ട്, അലോക് എന്ന് പറയുന്നത്. അത് പരിചയപ്പെടാം. ഇപ്പം എൻ്റെ ക്യാമറാമാനാണ് അലോക്. അപ്പം ഇതാണ് കണ്ട തത്തോടം. അതിൻ്റെ ഇത് കാണിച്ചത് കണ്ടേ, ഇതാണ് തത്തോട്ടം റിസോർട്ട് നിയർ അഷ്ടമുടി ലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് തത്തോടം. അതങ്ങോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ അന്ന് ഒരു 8 മണി വരെ കാണും പ്രോഗ്രാമൊക്കെ. പിന്നെ ആണ്ടേ എൻ്റെ പുതിയ നോസ്പിന്നും കളർ ചേഞ്ചൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഒരു സ്റ്റഡ് ബ്ലാക്ക്, ഈ പറയുന്ന നോസ്പിൻ ബ്ലാക്ക്, ഒരു നൈസ്. ഓക്കെ, കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണ പൂക്കളം. ഇതാണ് ആ ഒരു റിസോർട്ട്, നല്ല വണ്ടർഫുള്ളായിട്ടുള്ള റിസോർട്ട്. പിന്നെ ഇതാണ് മാവേലിയാണ് നമ്മുടെ ഹൈലൈറ്റ്, മാവേലി മന്നൻ. അപ്പോൾ ഇവിടെ പരിപാടികൾ ഓരോന്നോരോ നല്ല രസമില്ലേ, സൂപ്പറല്ലേ മഹാബലി തമ്പുരാൻ. അകത്ത് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സമയം കിട്ടി, ഇനി പുറത്തിറങ്ങിയതാണ്. അപ്പം അപ്ഡേഷൻ വരാം. ഞാനാണ് ഈ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് ഒരു ഇത് വരുന്നുണ്ട്. എന്നാലും ഫുള്ളായിട്ട് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, കാണാം. അങ്ങനെ ചലഞ്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, ഓരോ ചലഞ്ചുകളും കാര്യങ്ങളും. അത് കാണിച്ചു തരാം. ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ രക്ഷയില്ലാത്ത ചൂട്. അപ്പം ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ ഇതാണ് അലോക്, നമ്മുടെ ക്യാമറാമാൻ. അവൻ 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ 2-3 ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പം ഞാൻ റിസോർട്ട് കാണിച്ചു തന്നില്ലല്ലോ, അവിടെ പരിപാടി നടക്കുന്ന ഇതാണ് റിസോർട്ട് സെറ്റപ്പ്. അഷ്ടമുടിക്കായൽ, ഇതും വീടിനടുത്തുള്ളൊരു റിസോർട്ടാണ്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കായൽ കണ്ടോ, എന്ത് പ്രശാന്ത സുന്ദരമായ കായൽ. കേരനിരകളാടുന്നൊരു കവിത പാടും തീരം പുഴയോരം എന്ന് പറയുന്നതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല വെയിലും ഉണ്ട്, അതോടൊപ്പം നല്ല കാറ്റും ഉണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. അവിടെ ഭയങ്കര പരിപാടി നടക്കുന്നു. നമ്മളിവിടെ ഇങ്ങനെ നടക്കുന്നു. ഓരോരുത്തർ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. പുറത്തോട്ട് വരേണ്ടതാണ്, പുറത്തല്ല അകത്തോട്ട് വരേണ്ടതാണ്. ഇതൊക്കെ ഇവിടുത്തെ പയ്യന്മാർ, ജിമ്മിലെ പയ്യന്മാരാ. ജിമ്മിലെ ഓണാഘോഷമല്ലേ.
അപ്പം അകത്താണ് പരിപാടിയെല്ലാം നടക്കുന്നത്. അതാണ്ടേ അതാ മാവേലി പോകുന്നു. മാവേലി ചൂടെടുത്ത് നടക്കുക. മാവേലി ഇതാണ് ഹോള്. എന്താണ് കണ്ണാറത്തന്നെ ഇവിടുത്തെ ജിമ്മിന്റെ ഓണർ. സൂചി നൂലിടാനുള്ള സ്റ്റേജിന്റെ മുന്നോട്ട് വരേണ്ടതാണ്. ജിമ്മിന്റെ ഓണർ വേണ്ട വെച്ചിട്ടുണ്ട് പരിപാടി കൊടുക്കുന്നത്. கண்ணி கண்ணில் மைய வச்ச கண்ணி கட்டழகும் மண்ணை கடத்து நீ உனக்கு ஒரு எழுதாணி அது நீ எனக்கு தலகாணி உனக்குள்ள தொங்க வச்ச புது அழகெல்லாம் உனக்குள்ள தங்க வச்ச அடி அதுக்குள்ள என்ன நீ எங்க வச்ச
ജിമ്മിലെ ഓണസദ്യ സമയമായി. അപ്പോൾ ഓണസദ്യ ഒരു ടീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പേര് ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്യാണ്. താണ്ടെ കണ്ടോ? അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണിച്ചു തരാം. ഇതാ ഇവിടുത്തെ ഏറ്റവും വലിയ ഫുഡ് കഴിക്കുന്ന ആളാണ്. കണ്ടോ? 2 ചെരുവൻ ചോറുണ്ട്. എൻ്റെ വ്ളോഗിൽ വരും. ഇതാണ് സ്റ്റേജ്. സ്കൈ ഹൈ ഫിറ്റ്നസ് സ്റ്റുഡിയോ IFC ഫൈറ്റ് ക്ലബ്. അലങ്കോലപ്പണികളായി തറയിൽ കിടക്കുന്ന മൊത്തവും. പിന്നെ നമ്മുടെ ജിമ്മിലെ ട്രെയിനർ സുഗുണൻ PP. ഇവന്റെ ഡാൻസാണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെ അവിടെ ഉച്ചയൂണ് നടക്കുന്നു. എനിക്കിപ്പോഴേ വേണ്ട. മണിയിപ്പം 2:10. എന്നാലും എനിക്കിപ്പോഴേ വേണ്ട. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. ഇവിടെ ഓരോ ആഘോഷം. അത്തപ്പൂ. കുറേ പേര് അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അവിടെ കുറേ പേര് ഊഞ്ഞാലാടുന്നു. ഇവിടെ കുറേ പേര് ഇവിടെ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതാണ് പ്രോപ്പർട്ടി. ഉണ്ടോ? വണ്ടികളുണ്ടോ? ഞാൻ ആലോചിക്കുന്നു ഇത്രയും വണ്ടിയുണ്ട്, പക്ഷെ ഇത്രയും പേര് ഇവിടെ ഇല്ലെന്നുള്ളതാ. എവിടെയെങ്കിലും കാണുമൊക്കെ ആയിരിക്കും. അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ദാണ്ടെ ഗിരി, ദാണ്ടെ ആലോക്, ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാ. വണ്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് പാട്ടൊക്കെ ഇട്ട് എൻജോയ്മെന്റ് മൊമെന്റ്സ് എവർ പൊളിക്കുകയാണ്. പിന്നെ ഈ കണ്ണാടി എൻ്റെ കേട്ടോ. രാവിലെ കണ്ടവർക്കറിയാം ഈ കണ്ണാടി എൻ്റെ ആണ്. നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. ഏലാ 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 ഏലമ്മ ഓലാ ഏലാ 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 ഏലമ്മ. ഇതെല്ലാം നമ്മളെ പയ്യന്മാരാ. എനിക്കൊരു വ്ളോഗ് ഉണ്ട്. വ്ളോഗായിരുന്നു. ഇങ്ങനെ നോക്കണ്ടത്. ഇങ്ങനെ മറ്റേ DYSP വരെ മറ്റേ നോട്ടീസിൽ ഇട്ടേക്കുന്ന ഫോട്ടോ. കൊണ്ടക്കാരി കൊണ്ടക്കാരി കുനിഞ്ഞു കുഞ്ഞി എവിടെ പോയി അങ്ങനെ പോകുന്നു. അങ്ങേര് ഇങ്ങനെ കാണുന്ന ഒരു പത്രത്തിൽ പരസ്യം കണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. ദാഹം കാരണം പെപ്സിയും മറ്റേ ഇതൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുവാണ്. വെള്ളമൊക്കെ കുടിച്ച് ഭയങ്കര വെയില്, വല്ലാത്തൊരവസ്ഥ. അപ്പം ഭയങ്കര ദാഹം. അപ്പം ഞങ്ങളും കൂട്ടുകാരെല്ലാം കൂടെ വെള്ളവും മറ്റേ പെപ്സിയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഇനി അടുത്ത ഓണസദ്യ കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ഗിരി, ഇതാണ് ഗിരി. ഗിരി എൻ നൻപൻ, എൻ നൻപൻ. നൻപന്റെ ക്ലാസ് നല്ലൊരു പഞ്ച് എടുത്തോളൂ. അത് തുറന്ന് ഞാൻ രാവിലെ തന്ന ഗ്ലാസിന്റെ ഉടമയല്ല, ഞാൻ ഉടമ. ഓ അലുമ്പ് പാത്തവൻ. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കണ്ണോട് കണ്ണത്തിൽ കണ്ണത്തിലായി ആരാണ് മനത്തിലായി. സൗണ്ട് ആയി മോനെ. മൈക്ക് ചേർത്തോടി.
ഇതാണ് ഞങ്ങളുടെ മറ്റേ പ്ലാങ്കിൻ്റെയും മറ്റേ ആതിര ബ്ലോഗിൽ വരും. അതാണ് ആതിര. മണി 3:30 ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. ദേവിക വളരെ ക്ഷീണിതയോടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിൽ കാണാം. ഇതാണ് ഇപ്പോഴത്തെ വൈബ്. അലോക് ഫോണിലാണ്. അലോക് ഏതോ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറ അളിയൻ പറ. മാനേജർ പറയുന്നു പറ എന്ന് പറയുന്നു. ആതിര അപ്പുറത്ത് ഒരു വിഷമമോടെ ഇരിക്കുവാണ് ആതിര. തിരിഞ്ഞ് ആതിര തിരിഞ്ഞ് ആതിരയുടെ ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തതാണ്. ഡാൻസ് അത് ഇത്. ആതിര പക്ഷേ ഇപ്പം ഒന്നിലും വരുന്നില്ല. അതാ പറഞ്ഞത്. ആലോക് 2 അടി കൊടുത്തിട്ട് പോലും ആതിര തിരിഞ്ഞു പോലും നോക്കില്ല. നമ്മളെ വളരെ പുച്ഛഭാവത്തോടെയാണ് ആതിര നമ്മളെ കാണുന്നത്. എനിക്കറിയില്ല ആതിരക്ക് എന്ത് സംഭവിച്ചു. 4-3-7 ആതിര വടംവലി മത്സരം നടക്കും. അതാ ഈ ഇരിക്കുന്നതാണ് കൊല. കുറേ നേരം ഞാൻ ഈ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മൈക്ക് എൻ്റെ കയ്യിലാണ്. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ആ കൊല ഇരിക്കുന്നുണ്ടോ? ഇത് വടംവലി നടക്കുമോ? ഇതാണ്ട് കുറേ നേരമായി തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് ഞാൻ ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടേ എനിക്കങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. കാരണം എൻ്റെ ഫോണിലെല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. വീഡിയോ ആയാലും ഈ സോങ്സ് ആയാലും. അപ്പം ആ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം എടുക്കാത്തത്. ഇതാണ് അവസ്ഥ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇതാണ്ട് വടംവലി മത്സരം. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് വരാം. കഴിയാൻ സമയമായി. പാട്ടെല്ലാം കഴിഞ്ഞ് രാത്രി 8:30 വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മറ്റേ സമ്മാനദാന പരിപാടിയാണ് കാണുന്നത്. അളിയൻ വന്ന് കേക്കൊക്കെ ആയിട്ട് വന്ന് സുഗുണൻ കത്തൊക്കെ വന്നു. എൻ്റെ വ്ളോഗ്. ഇതാണ് ജിമ്മിൻ്റെ ഓണർ. ഓണർ മനീഷ് മോൻ. ലാസ്റ്റ് ഇത് DJ തുടങ്ങാൻ പോവാം കേട്ടോ. എൻ്റെ ഫോണിപ്പോൾ ഓഫാവും. DJക്ക് വേണ്ടി കസേരയെല്ലാം മാറ്റി ചെയ്ത് ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ DJക്കുള്ള ഒരുക്കം നടത്താൻ പോവാം. പറ്റുമെങ്കിൽ ആരെങ്കിലും വീഡിയോ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ DJ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും എന്നെ റെഡിയായി. ഇപ്പോൾ രാത്രി 7 മണിയായി. നമ്മളൊരു DJ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം.